ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല മുരിഞ്ഞ നെയ്റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ്. അരിദോശനെക്കാട്ടിയും കൂടുതൽ ഗോതമ്പ് ദോശ പ്രിഫർ ചെയ്യുന്ന കുറേ പേരുണ്ടാവും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡിലൻ ദോശയാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്താണെങ്കിലും നിർബന്ധമായിട്ട് ചേർക്കണം, എന്നാലും നമ്മളെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട്, ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. കുറേശ്ശെ വേണം വെള്ളം ചേർക്കാൻ. നമ്മളിവിടെ ദോശ ബാറ്ററല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ അത് അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അധികം തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ദോശ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടിയിൽ റവയും അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യും. ഇപ്പോഴും വെള്ളത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്, അപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ കുറച്ച് ലംപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളിതൊരു മിക്സി ജാറിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിലത്തെ ലംപ്സ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മളെ ബാറ്റർ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്, ലംപ്സ് ഒന്നുമില്ല. ഇതുപോലത്തെ സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയത്. ഇനി നമുക്ക് ഈ ബാറ്റർ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിൻ്റെ ദോശ ബാറ്ററിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്നൊരു പൊട്ടാറ്റോ ഭാജി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ബോയിൽഡ് പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം. ഞാനിവിടെ ഫോർക്ക് കൊണ്ടാണ് മാഷ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കടായിൽ 3 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നേരത്തെ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ അതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഉപ്പ് ചേർത്തി കൊടുക്കാം.
ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ദോശക്കുള്ള പൊട്ടാറ്റോ ബാജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കുക. ഇപ്പം 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ദോശമാവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മൾ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോഡയ്ക്ക് പകരം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇനോ ഫ്രൂട്ട് സോൾട്ടാണ്. ഇത് നമ്മൾ ആസിഡിറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ബേക്കിംഗ് സോഡനെക്കാട്ടി ഒരു ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സോഡ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഇനോ ഫ്രൂട്ട് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഇനോ ഫ്രൂട്ട് സോൾട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് തവ വെക്കുമ്പോൾ തവ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. തവ ഓവർ ഹീറ്റഡ് ആവരുത്. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ചൂട് കൂടുതലാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ടൊരു തുണി കൊണ്ട് തുടച്ചെടുക്കാം. ചൂട് ഓവർ ആവുകയാണെങ്കിൽ നമുക്ക് ദോശമാവ് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പരത്തിയെടുക്കുക. ഇത് എത്ര നൈസാക്കി സ്പ്രെഡ് ചെയ്യാൻ പറ്റും അത്രയും നൈസാക്കിയിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ. തീരെ കട്ടി പാടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ചട്ടകം കൊണ്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ ദോശ ശരിക്കും റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തവയിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും അതേ രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ നല്ല മുരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടപ്പെടും. ഇത് ട്രൈ ചെയ്തതിൻ്റെ ശേഷം നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.